ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ സുഭാഷിതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഭാഷിതം നമുക്ക് നോക്കാം. യഥാ ചതുർഭിഃ കനകം പരീക്ഷ്യത്തെ നിഘർഷണ ഛേദന താപതാടനൈഃ തഥാ ചതുർഭിഃ പുരുഷഃ പരീക്ഷ്യത്തെ കുലേന ശീലേന ഗുണേന കർമ്മണ. നമ്മൾ അന്വയം എഴുതുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്വയം നോക്കാം. യഥാ നിഘർഷണ ഛേദന താപതാടനൈഃ കനകം ചതുർഭിഃ പരീക്ഷ്യത്തെ തഥാ കുലേന ശീലേന ഗുണേന കർമ്മണ പുരുഷഃ ച ചതുർഭിഃ പരീക്ഷ്യത്തെ. ആദ്യം എന്തോന്ന് വന്നത്? യഥാ. യഥാ എന്ന് പറഞ്ഞാൽ എപ്രകാരമാണോ, അല്ലെങ്കിൽ എങ്ങനെ എപ്രകാരമാണോ കനകം ചതുർഭിഃ പരീക്ഷ്യത്തെ, എപ്രകാരമാണോ കനകം ചതുർഭിഃ പരീക്ഷ്യത്തെ. കനകം എന്ന് പറഞ്ഞാൽ എന്താ? സ്വർണം. സ്വർണം ചതുർഭിഃ 4 തരത്തിനാൽ, അത് തൃതീയ ബഹുവചനമാണ്, 4 തരത്തിലാൽ പരീക്ഷ്യത്തെ പരീക്ഷിക്കപ്പെടുന്നു. പരീക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് അവിടുത്തെ വെർബ് ക്രിയ. 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലേ പരീക്ഷ. ഇവിടെയുണ്ട് ഇവിടെയുണ്ട് 2 തരത്തിൽ. ഒന്ന് ആദ്യത്തെ കനകത്തിൻ്റെ കാര്യമാണ്. കനകം 4 തരത്തിനാൽ പരീക്ഷിക്കപ്പെടുന്നു. അതേതാണ് ഈ 4 തരങ്ങൾ? അതാണ് നിഘർഷണം. ഇപ്പം നമ്മൾ യഥാർത്ഥത്തിൽ സ്വർണ്ണം ഒക്കെ കടയിൽ പോയി കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും? നിഘർഷണം. നിഘർഷണം എന്ന് പറഞ്ഞാൽ ഉരച്ച് നോക്കും. എന്തിനാണ് ഈ ഉരച്ച് നോക്കുന്നത്? അത് യഥാർത്ഥ സ്വർണ്ണമാണോ എന്നറിയാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഉരച്ച് നോക്കും. അപ്പോൾ ഉരച്ച് നോക്കുമ്പോൾ അവർക്ക് നല്ല മനസ്സിലായില്ലെങ്കിൽ ഛേദനം. ഛേദനം എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് മുറിച്ച് നോക്കും. കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് താപം, ചൂടാക്കി നോക്കും. പിന്നെ താടനൈഹി, താടനങ്ങളാൽ. താടനം എന്ന് പറഞ്ഞാൽ അടി എന്നുള്ള. അപ്പോൾ അവിടെ അടിച്ച് പരത്തില്ല. നമ്മൾ സ്വർണ്ണം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ അവസാനം അടിച്ച് പരത്തി പിന്നെ അതിന് പല ഷേപ്പിലൊക്കെ ആക്കും. അടിച്ച് പരത്തുന്നു. ഇങ്ങനെയാണ് കനകം ചതുർഭിഃ പരീക്ഷ്യത്തെ. ഈ രീതിയിലാണ് കനകം 4 തരത്തിൽ പരീക്ഷിക്കപ്പെടുന്നത്. കനകം സ്വർണ്ണം എന്നറിയാം. അപ്പോൾ പിന്നെ ഉരയ്ക്കുമ്പോഴാണ് യഥാർത്ഥ സ്വർണ്ണമാണെങ്കിൽ സ്വർണ്ണത്തിന് അതിൻ്റെ പിന്നെ നിറഭേദമൊന്നും ഉണ്ടാവില്ല. അതേ നിറമായിരിക്കും. വീണ്ടും സംശയം ഉണ്ടെങ്കിലാണ് മുറിച്ച് നോക്കുന്നത്. പിന്നെ എന്ത് ചെയ്യും? ചൂടാക്കി നോക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് അടിച്ച് പരത്തുന്നത്. അപ്പോൾ സ്വർണത്തിൻ്റെ മൂല്യം അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടുത്തതാണെങ്കിൽ അതുപോലെയാണ് തഥാ, അതുപോലെയാണ് കുലേന ശീലേന ഗുണേന കർമ്മണ പുരുഷഃ ച ചതുർഭിഃ പരീക്ഷ്യത്തെ. അതുപോലെ തഥാ പുരുഷഃ ചതുർഭിഃ പരീക്ഷ്യത്തെ. ഒരു പുരുഷനും ചതുർഭിഃ 4 തരത്തിനാൽ പരീക്ഷിക്കപ്പെടുന്നു. അപ്പോൾ 2 ഇടത്തും പരീക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് അവിടുത്തെ വെർബ് ക്രിയ. പരീക്ഷിക്കപ്പെടുന്നു. ഇനി ആ 4 തരത്തിലുള്ളത് ഏതാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം കുലേന. കുലം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, വംശം അല്ലേ. ഏത് വംശത്തിലാണോ ഏത് കുലത്തിലാണോ ജനിച്ചത് എന്നുള്ളത്. അപ്പോൾ നല്ല കുലത്തിലാണെങ്കിൽ എങ്ങനെയുള്ളവനായിരിക്കും? സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും വേണ്ടി ജീവൻ പോലും ത്യജിക്കുന്നവനായിരിക്കും. അതായത് എന്തും ത്യജിക്കും. അപ്പോൾ അതുപോലെ ഇപ്പോൾ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി അല്ലെങ്കിൽ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി തെറ്റായ രീതിയിൽ ഒന്നും ചെയ്യാൻ ആ നല്ല കുലത്തിൽ ജനിച്ചവൻ ശ്രമിക്കുന്നില്ല. പിന്നെ അതുപോലെ നല്ല മറ്റുള്ളവരുടെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി ജീവിക്കുകയോ പ്രവർത്തിക്കുകയോ അവൻ ചെയ്യുന്നില്ല. എങ്ങനെയാണെങ്കിൽ നല്ല കുലത്തിനാണെങ്കിൽ. രണ്ടാമത് വന്ന എന്തോന്നാണ്? ശീലേന. ശീലം എന്ന് പറഞ്ഞാൽ സ്വഭാവശീലം. ശീലേന. ശീലം എന്ന് പറഞ്ഞാൽ മറ്റ് വേറെ പല ഗുണങ്ങളും ഒരാൾക്ക് കാണും. എന്ത് ഗുണങ്ങളുണ്ടെങ്കിലും സ്വഭാവം നല്ലതല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരിടത്തും വിജയിക്കാൻ കഴിയില്ല. കേട്ടിട്ടില്ലേ? ശീലം സർവത്ര വൈധനം എന്ന് കേട്ടിട്ടില്ലേ? അപ്പം ദുർനടപ്പുകാർക്കും അതുപോലെ തന്നെ ദുസ്വഭാവികളുമാണെങ്കിൽ അവൻ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഈ രാജ്യത്തിന് തന്നെ എന്തായി തീരും? ഒരു ബാധ്യത അല്ലെങ്കിൽ ഒരു ഭീഷണിയായി അവൻ വളരും എന്നാണ്. അടുത്ത എന്തോന്നാണ്? ശീലം കഴിഞ്ഞാൽ ഗുണേന, ഗുണത്താൽ. ഈ ഗുണേന ശീലേന ഒക്കെ എന്താ? തൃതീയ ഏകവചനമാണ്. തൃതീയയുടെ അർത്ഥത്തിന് ആൽ എന്നുള്ള അർത്ഥമാണ് സംസ്കൃതത്തിൽ. കുലേന കുലത്താൽ, ശീലേന ശീലത്താൽ. അടുത്തത് ഗുണേന ഗുണത്താൽ. അതെന്ത് ഗുണമാണുള്ളത്? അപ്പോൾ ജീവിതം നയിക്കുന്ന ഒരു ഗുണയുക്തമായ ജീവിതമായിരിക്കണം. മറ്റുള്ളവർക്കൊരു ദ്രോഹവും ചെയ്യാതെ
ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നവനായിരിക്കണം എന്നാണ്. ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നവനായിരിക്കണം. അതുപോലെ തന്നെ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടെന്ത് ചെയ്യും, അവരുടെ തലമുറക്കാർ അല്ലെങ്കിൽ പിന്നീട് വരുന്നവരെന്ത് ചെയ്യും, അത് കണ്ടാണ് വളരുന്നത്. അപ്പോൾ അവരും എന്ത് ചെയ്യും, അത് അനുകരിക്കാൻ ശ്രമിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ ഗുണത്തിൻ്റെ പ്രത്യേകതയാണ് അത് അനുകരിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഗുണേന, ഗുണത്താൽ. അത് കഴിഞ്ഞിട്ട് എന്താ, കർമ്മണ. കർമ്മം എന്ന് പറഞ്ഞാൽ എന്താ, അവനവൻ ചെയ്യുന്ന പ്രവൃത്തി, ജോലി അല്ലേ. എല്ലാത്തിനും ജോലി, ഓരോ രീതിയിലുള്ള ജോലി അവൻ്റെ കൂടെ കാണും. അപ്പോൾ നാം പലതരം കർമ്മങ്ങളാണ് ചെയ്യുന്നത്, ഒരു കർമ്മമല്ല, പലതരം കർമ്മങ്ങൾ ചെയ്ത്. പക്ഷേ ആ ചെയ്യുന്ന പ്രവൃത്തി അല്ലെങ്കിൽ ജോലി എങ്ങനെയായിരിക്കണം, സത്യസന്ധമായിരിക്കണം എന്നാണ്. ചിലരെ എങ്ങനെയെങ്കിലും പൈസ കിട്ടാൻ വേണ്ടി മാത്രമേ എന്തെങ്കിലും കാട്ടിക്കൂട്ടിക്ക് വരും അല്ലേ ചിലർ. അപ്പോൾ സത്യസന്ധമായ രീതിയിൽ നമ്മുടെ പ്രവൃത്തി നാം ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ സത്യസന്ധമായ ജീവിതം നയിക്കുന്നവർക്ക് മാത്രമേ അവരുടെ പ്രവൃത്തിയിലും അതുപോലുള്ള സത്യസന്ധത പുലർത്താൻ കഴിയൂ എന്നാണ്. അതുപോലെ തന്നെ സത്യസന്ധതയോടെ ചെയ്യാത്തത് കൊണ്ടാണ് ഇന്ന് കാണുന്ന നമുക്ക് പലതും കാണാറുണ്ടല്ലോ. ഇപ്പം ശബരിമലയിലെ ഭഗവാന്റെ മുതൽ പോലും കട്ടുകൊണ്ട് പോകുന്ന ഒരവസ്ഥയല്ലേ ഇന്ന് നമുക്ക് കാണുന്നത്. അപ്പോൾ സത്യസന്ധതയോടെ ചെയ്യണം എന്നതാണ് ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നത്. എല്ലാ കാര്യവും സത്യസന്ധതയോടെ ചെയ്യണം. നമ്മുടെ കർമ്മം, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി. അപ്പോൾ ഈ സ്വർണവും പുരുഷനും ഈ ലോകത്ത് 4 തരത്തിൽ പരീക്ഷിക്കപ്പെടുന്നു എന്നാണ് ഈ സുഭാഷിതത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കും, നാം എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർക്കൊരു മാതൃകയായിരിക്കണം എന്നാണ്. എല്ലാ കാര്യത്തിലും, ഈ 4 കാര്യത്തിലും നമ്മൾ മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിരിക്കണം. അതിന് ഈ 4 ഗുണങ്ങൾ എന്തായാലും അത്യാവശ്യമാണ്. അപ്പോൾ എന്നാൽ മാത്രമേ ഈ ലോകത്തിന് തന്നെ എന്ത് ചെയ്യും, അവൻ എന്നും എല്ലാവരാലും ബഹുമാനിക്കപ്പെടും. ഈ 4 ഗുണങ്ങൾ പുലർത്തിയാൽ ലോകത്ത്, നമ്മുടെ വീട്ടിലോ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകത്ത് തന്നെ എല്ലാവരും ഒരു ബഹുമാനിക്കപ്പെടും. അവനെ എല്ലാവരും ബഹുമാനിക്കപ്പെടും. അപ്പോൾ ഇന്നത്തെ ഉപനിഷത്ത് ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.